കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക നോക്കിയാൽ മതി. അദ്ദേഹം എങ്ങനെയുള്ളയാളാണെന്ന് മനസ്സിലാകും. വടകരയിൽ നിന്ന് മത്സരിക്കുന്ന പി ജയരാജന്റെ സ്ഥാനാർത്ഥി പട്ടിക കേരളം ഒട്ടാകെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഉള്ള കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. 2 കൊലപാതക കേസുകളടക്കം 10 ക്രിമിനൽ കേസുകളാണ് വടകരയിൽ നിന്ന് മത്സരിക്കുന്ന പി ജയരാജന്റെ നാമനിർദ്ദേശ പത്രികയിലുള്ളത്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പി ജയരാജനെതിരെ 2 കൊലപാതക കേസുകളടക്കം 10 കേസുകളാണുള്ളത്. ഒരു കേസിൽ ശിക്ഷിച്ചിട്ടുമുണ്ട്. കതിരൂർ മനോജ് വധവും ഷുക്കൂർ വധക്കേസുമാണ് ജയരാജനെതിരെയുള്ള കൊലപാതക കേസുകൾ. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം ജയരാജൻ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. കതിരൂർ മനോജ് വധക്കേസ്, പ്രമോദ് വധശ്രമ കേസ് എന്നിവയിൽ ഗൂഢാലോചന നടത്തി അരിയിൽ ഷുക്കൂറിനെ കൊല്ലാനുള്ള പദ്ധതി മറച്ചുവെച്ചു എന്നിവയാണ് ജയരാജന്റെ പേരിലുള്ള കേസുകളിൽ തീവ്ര സ്വഭാവമുള്ളത്. മറ്റുള്ളവ അന്യായമായി സംഘം ചേർന്നതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനുമാണ്. ജയരാജനെതിരായ കേസുകളിൽ ഒന്നിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അന്യായമായി സംഘം ചേർന്ന് പൊതുമുതൽ നശിപ്പിച്ച കേസിൽ കൂത്തുപറമ്പ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷിച്ചത്. വിവിധ വകുപ്പുകൾ പ്രകാരം 2.5 വർഷം തടവിനും പിഴ അടയ്ക്കാനുമാണ് ശിക്ഷിച്ചത്. ഇതിനെതിരെ നൽകിയ അപ്പീൽ തീരുമാനമാകുന്നതുവരെ വിധി നടപ്പിലാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞുവച്ചിരിക്കുകയാണ്. ജയരാജന്റെ കൈവശം 2000 രൂപയും ഭാര്യയുടെ പേരിൽ 5000 രൂപയുമാണുള്ളതെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ജയരാജന്റെ ബാങ്ക് നിക്ഷേപം 8,22,022 രൂപയും ഭാര്യയുടെ നിക്ഷേപം 31,75,418 രൂപയുമാണ്. ജയരാജന്റെയും ഭാര്യയുടെയും സംയുക്ത ഉടമസ്ഥതയിൽ 30 ലക്ഷം രൂപയുടെ സ്വത്താണുള്ളത്. ഭാര്യയുടെ പേരിൽ 16 ലക്ഷത്തിന്റെ സ്വത്ത് വേറെയുമുണ്ട്. ജയരാജന്റെ പേരിൽ വായ്പ ഒന്നും തന്നെയില്ല. അതേസമയം ഭാര്യയുടെ പേരിൽ 6,20,213 രൂപയുടെ ബാധ്യതയുമുണ്ട്. ജയരാജന്റെ പേരിൽ 3.25 ലക്ഷം വിലമതിപ്പുള്ള ടാറ്റ മാജിക്കും ഭാര്യയുടെ പേരിൽ 3.5 ലക്ഷത്തിന്റെ മാരുതി സ്വിഫ്റ്റുമാണ് ഉള്ളതെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം സ്വത്തുവകകളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് കുമ്മനം രാജശേഖരന്റെ നാമനിർദ്ദേശ പത്രികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 512 രൂപയും ബാങ്കിൽ 1 ലക്ഷത്തോളം രൂപയുമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.